അകലെയിരുന്ന് സ്വന്തം നാടിനെ സ്നേഹിക്കുന്നവരാണ് പ്രവാസികൾ. സ്വന്തം നാടിന്റെ പേരിനും പെരുമയ്ക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ. ഇവിടെയാണ് മുഹമ്മദ് അഷ്റഫ് എന്ന മൊഗ്രാൽക്കാരൻ പ്രസക്തനാകുന്നത്. ദുബായിൽ സ്വന്തം ഗ്രാമത്തിന്റെ പേരിൽ ഒരു ബ്രാൻഡ് ഇറക്കിയാണ് മുഹമ്മദ് അഷ്റഫ് തന്റെ ഗ്രാമത്തോടുള്ള പ്രേമവും പ്രതിബദ്ധതയും അറിയിക്കുന്നത്. ഇന്ന് മൊഗ്രാൽ ബ്രാൻഡ് ദുബായിൽ മാത്രമല്ല, സൗദിയിലും ആഫ്രിക്കയിലുമെല്ലാം പ്രസിദ്ധമായി തുടങ്ങിയിരിക്കുകയാണ്. ഇത് മൊഗ്രാൽ ഗ്രാമത്തിന്റെ, മൊഗ്രാൽ ബ്രാൻഡിന്റെ മുഹമ്മദ് അഷ്റഫിന്റെ കഥ. മൊഗ്രാൽ കാസർകോട്ടെ ഒരു കൊച്ചു ഗ്രാമമാണ്. ഫുട്ബോളിനെ നെഞ്ചിലേറ്റുന്നവരുടെ ഗ്രാമം. പാട്ടിനെ, പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ടിനെയും ഗസലിനെയുമെല്ലാം മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവരുടെ ഗ്രാമം. വടക്കേ മലബാറിലെ ഈ ഗ്രാമത്തെക്കുറിച്ച് മലയാളികളിൽ പലർക്കും വലിയ വിവരമൊന്നുമില്ല. പക്ഷെ ദുബായിലെത്തിയാൽ പല ദേശക്കാരാണ് മൊഗ്രാൽ എന്ന് പേരുച്ചരിക്കുന്നത്, പ്രത്യേകിച്ച് ആഫ്രിക്കൻ വംശജർ. മൊഗ്രാൽ കേരളത്തിലൊരു ഗ്രാമമാണെന്നൊന്നും ഇവർക്കറിയില്ല. ഇവർക്കറിയാവുന്നത് മൊഗ്രാൽ ഒരു ബ്രാൻഡാണ് എന്നാണ്. ഇവർക്ക് പ്രിയപ്പെട്ട തുണിത്തരങ്ങളുടെ ബ്രാൻഡ്. പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് മൊഗ്രാൽക്കാരൻ മുഹമ്മദ് അഷ്റഫ് ദുബായ് ദേരയിലെ നായിഫ് പോലീസ് സ്റ്റേഷനടുത്ത് ഒരു റെഡിമെയ്ഡ് ഷോപ്പ് തുടങ്ങി. അന്ന് വലിയ സമ്പാദ്യമൊന്നുമില്ല. എങ്കിലും തന്റെ ഗ്രാമത്തിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്യണം. അതിനുള്ള മാർഗങ്ങൾ ആരാഞ്ഞു. അങ്ങനെയാണ് മൊഗ്രാൽ എന്ന ബ്രാൻഡ് ഇറക്കാമെന്ന് തീരുമാനിച്ചത്. മൊഗ്രാൽ എൻ്റെ നാടാണ്. അപ്പോൾ ആ നാടിനെ ഫേമസ് ചെയ്യാവുന്ന രീതിയിലാണ് തുടങ്ങിയത്. അപ്പോൾ അത് എഴുതിയിട്ടോ ഒന്നും അത് ഫേമസ് ആക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ബ്രാൻഡ് ഇറക്കി ടീഷർട്ടും ഷർട്ടുകളും മറ്റുള്ള തുണിത്തരങ്ങളെല്ലാം കൊണ്ടുവന്ന് മറ്റുള്ള നാടുകാർക്കൊക്കെ അറിയിക്കാം എന്ന രീതിയിലാണ് തുടങ്ങിയത്. അപ്പോൾ ആഫ്രിക്കൻസിനും ചൈനക്കാർക്കും അതുപോലെ യൂറോപ്യൻസ് എന്നുവെച്ചാൽ ഈസ്റ്റ് ഏഷ്യ, ആഫ്രിക്ക ഉള്ള രാജ്യങ്ങൾക്ക് ഇത് അറിയിക്കാം എന്ന രീതിയിൽ ജീൻസുകളും